എവ്രിവൺ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ജോയിനിങ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമേ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ തീർച്ചയായും സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ വയ്ക്കാതെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. ചാപ്റ്റർ 8 ജോയിനിങ് ആംഗിൾസ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് മിസ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ എന്താ പഠിച്ചേ? അവിടെ നമ്മൾ ആംഗിൾസിനെ പറ്റി പഠിച്ചല്ലേ. ആംഗിൾ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചു, ആംഗിൾ എങ്ങനെ അളക്കാമെന്ന് പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മൾ ആംഗിളിനെ പറ്റി കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അവിടെ നമ്മൾ ആംഗിൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതായിരുന്നു? പ്രൊട്രാക്ടർ ആയിരുന്നു അല്ലേ. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഒരു പ്രൊട്രാക്ടറും അതുപോലെ 2 സെറ്റ് സ്ക്വയേഴ്സും ഉണ്ട്. അതിൽ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സെറ്റ് സ്ക്വയേഴ്സിൻ്റെ ആംഗിൾ എത്രയാണെന്ന് അറിയാമോ? നമ്മൾ ഓൾറെഡി 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതൊന്നും കൂടെ ഓർത്തെടുക്കാം. എത്രയാണ് ഈ ആംഗിൾ? എത്രയാണ് സെറ്റ് സ്ക്വയറിൻ്റെ? 90 ഡിഗ്രി ആണല്ലേ. അതേപോലെ ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ് വരുന്നത്? 45, 45, 90 ഡിഗ്രി ആണല്ലേ. ഇനി നമുക്ക് അടുത്ത സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾസ് ഒന്നുകൂടെ പരിചയപ്പെട്ടാലോ? ഓക്കെ. നമ്മുടെ 2ാമത്തെ സെറ്റ് സ്ക്വയർ ഏതാണ്? ഇതാണല്ലേ. ഇതിൻ്റെ ആംഗിൾസ് ഏതാണ്? ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ് അല്ലേ. ഇതെന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലേ. ഒരു ആംഗിൾ 90 വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രയാങ്കിൾ എന്താ വിളിക്കുന്നത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ. അടുത്ത ആംഗിൾ എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി അല്ലേ. മൂന്നാമത്തെ ആംഗിളോ? 30 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലംസ് നമുക്കിനി ചെയ്ത് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ആംഗിൾസ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കിയാലോ. എന്താണ് നമ്മുടെ ചോദ്യം? ഇൻ ഈച്ച് പിക്ചർ ബിലോ 2 ആംഗിൾസ് ആർ ഗിവൺ ദ തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ്. എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് 2 ആംഗിൾ തന്നിട്ടുണ്ടല്ലേ. നമ്മൾ ആംഗിളിൻ്റെ പേരൊക്കെ എഴുതാൻ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ DAB അല്ലേ. ഈ DAB നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ. ആംഗിൾ DAB എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്. ഈ ആംഗിൾ ഏതൊക്കെ ആംഗിൾസ് കൂടി ചേർന്നിട്ട് വന്നിരിക്കുന്നതാ? DAC എന്ന് പറയുന്ന ഈ ആംഗിളും CAB എന്ന് പറയുന്ന ഈ ആംഗിളും കൂടെ കൂടി വന്നിട്ടുള്ള ആംഗിളാണ് എന്ത്? ആംഗിൾ DAB എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആംഗിൾ? ഈ 2 ആംഗിൾ കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ ആംഗിൾ DAB എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കിട്ടും? 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. എത്രയാണ് ആൻസർ വരുന്നത്? 40 + 60 എന്ന് പറയുന്നത് 100 ആണല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ DAB എത്ര കിട്ടി? 100 ഡിഗ്രി കിട്ടി. മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നതെന്ന്? ഇതേപോലെ തന്നെ ചെയ്യുന്ന നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കിയാലോ. ഓക്കെ. നോക്കിക്കേ. ഇതിലും എന്താണ്? ആംഗിൾ DAB ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. DAB എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ് അല്ലേ. ഏതൊക്കെ ആംഗിൾ കൂടി ചേർന്നിട്ട് വന്നിരിക്കുന്ന? DAC എന്ന് പറയുന്ന 30 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളും CAB എന്ന് പറയുന്ന 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളും കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ള ആംഗിളാണ് എന്ത്? ആംഗിൾ DAB എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ആംഗിൾ DAB വരുന്നത്? എന്ത് ചെയ്താൽ മതി? 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. അപ്പോൾ എത്രയാണ് ആംഗിൾ DAB എന്ന് പറയുന്നത്? 90 ഡിഗ്രി. ഈ 2 കേസിൽ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ടോട്ടൽ ചെയ്തു അല്ലേ, സമ്മ് ചെയ്തു. ഇനി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെ വരുന്ന വേറൊരു ചോദ്യം നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അടുത്ത പിക്ചറിൽ നോക്കിയേ. DACയും CABയും കൂടി ചേർന്നിട്ട് DAB എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ്? ആംഗിൾ DAC. ഈ DAC എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? DAC. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പിക്ചറിലേക്ക് നമുക്ക് ഏതൊക്കെ ആംഗിൾ തന്നിരിക്കുന്നത്? DAB എന്ന് പറയുന്ന ഒരു ടോട്ടലായിട്ടുള്ള ഒരു ആംഗിൾ എത്ര തന്നിരിക്കുന്നത്? 80 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഒരു ചെറിയ ആംഗിള് CAB എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DAC ആണ്. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DAC എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? സം ആണോ ഡിഫറൻസ് ആണോ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് ആണല്ലേ ചെയ്യേണ്ടത്. അതായത് 80 ഡിഗ്രി ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 80 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ചെറിയ ആംഗിൾ എത്രയായിരുന്നു? 30 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആംഗിൾ DAC കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എത്ര കിട്ടും ആൻസർ?
50 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ആംഗിൾ DAC എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായോ? ഇതേപോലെ തന്നെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ആംഗിൾ DAC ആണല്ലേ. DAC എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ് DAC എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം ആംഗിൾ DAC? നോക്കിക്കേ, നമുക്ക് ടോട്ടലായിട്ട് DAB എന്ന് പറയുന്നത് 120 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ആംഗിൾ CAB എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടൽ 120ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 45നെ മൈനസ് ചെയ്താൽ പോരെ അല്ലേ. ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 120 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ DAC കിട്ടും. ക്ലിയർ ആയോ എങ്ങനെ ചെയ്യുന്നതെന്ന്? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മളിനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. 2 സൈഡ്സ്. എന്താണ്? നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ബോക്സും സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് വരയ്ക്കാൻ റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക? റൂളർ ഉപയോഗിച്ചല്ലേ. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ മിസ് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവുകയാണേ. ഓക്കെ, ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നല്ലേ. ഇനി എനിക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. നമ്മൾ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുക? പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആംഗിൾ ആയിരുന്നു? 90 ഡിഗ്രി ആംഗിൾ ആണല്ലേ. നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ വരയ്ക്കുക? നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണല്ലോ വരയ്ക്കുക. നമ്മുടെ 2 സെറ്റ് സ്ക്വയറിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. രണ്ടെണ്ണത്തിൽ എന്തുണ്ട്? 90 ഡിഗ്രി ആംഗിൾ ഉണ്ട്. അപ്പം മിസ് ഇവിടെ നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ സെറ്റ് സ്ക്വയർ അല്ലേ. ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്? സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു ഭാഗത്താണ് എന്ത്? 90 ഡിഗ്രി എന്ന് നമുക്കറിയാം. അപ്പോൾ ആ 90 ഡിഗ്രി നമുക്ക് ഈ ലൈനിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടിയേ? 90 ഡിഗ്രി ആണല്ലേ കിട്ടിയേ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി? ഈ സൈഡിലുള്ളത് 90 ഡിഗ്രി കിട്ടി. ഇപ്പുറത്തെ സൈഡിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതിന് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയർ നമ്മളൊന്ന് ചെരിച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ ആ ആംഗിളും എത്രയാണ് കിട്ടുന്നത്? നോക്കിയേ, ഈ സൈഡിൽ വരുന്ന ആംഗിൾ എത്രയായിരുന്നു? 90 ഡിഗ്രി ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ 90 ഡിഗ്രിയുടെ തൊട്ടിപ്പുറത്തുള്ള സൈഡിൽ വരുന്ന ആംഗിളും എത്രയാണ്? 90 ഡിഗ്രി ആണല്ലേ. നോക്കിക്കേ, 2 സൈഡിൽ എത്രയായിരുന്നു പെർപെൻഡിക്കുലർ വരച്ചത് നമുക്ക് കിട്ടിയേ? 90 ഡിഗ്രി 90 ഡിഗ്രി. ഇനി ഇത് വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻ ദ പിക്ചർ ബിലോ 2 ആംഗിൾസ് ആർ മാർക്ക്ഡ് ആൻഡ് 1 ഓഫ് ദം ഈസ് ഗിവൺ, ഫൈൻഡ് ദ അതർ. ഇതിൽ നോക്കിയേ, നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിൽ കൂടെ ഒരു ലൈൻ, വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ആംഗിൾ നമുക്ക് എത്ര തന്നേക്കാണ്? 100 ഡിഗ്രി തന്നേക്കാണ് അല്ലേ. 100 ഡിഗ്രി തന്നിരിക്കുക. നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? തൊട്ടിപ്പുറത്തുള്ള ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ഒരു പെർപെൻഡിക്കുലർ വരച്ചില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ മിസ് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെർപെൻഡിക്കുലർ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ. അത് എത്രയായിരുന്നു പെർപെൻഡിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത്? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? 90 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ചെറിയ ആംഗിൾ, ഈ ഒരു ചെറിയ ആംഗിൾ എത്രയായിരിക്കും വരാം? 100 ആണ് ടോട്ടൽ, അതിൽ നിന്ന് 90 പോയി. അപ്പോൾ ഈ ചെറിയ ആംഗിൾ എത്രയാണ് വരാം? ഇവിടെ 10 ഡിഗ്രി ആണല്ലേ വരാം. ക്ലിയർ ആയോ? അപ്പോൾ എത്രയാണ് നമുക്കിവിടെ? 90 + 10 100 എന്ന് പറയുന്ന ടോട്ടലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ആക്കി കട്ട് ചെയ്തിട്ട് ആ ചെറിയ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം ഈ സൈഡിലും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ സൈഡിലെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 90 ഡിഗ്രി മൈനസ് അതിലെത്ര പോയി? ഒരു 10 ഡിഗ്രി പോയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 90 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി ഈക്വൽ ടു എത്ര വരും? 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ 100 ഡിഗ്രിയുടെ ഇപ്പുറത്തുള്ള ആംഗിൾ എത്ര കിട്ടി? 80 ഡിഗ്രി ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കിയേ. ഇതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 50 ഡിഗ്രി 50 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സൈഡിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ അവിടെ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ,
ഓക്കെ, പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഈ ഒരു രീതിയിലാണ് പെർപെൻഡിക്കുലർ വരുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരുന്നു? 90 ഡിഗ്രി ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? ഒരു 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. അപ്പോൾ എത്ര വരും ആംഗിൾ? എത്രയാണ് വരുന്നത്? 40 ഡിഗ്രി ആണല്ലേ? ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ആംഗിൾ ടോട്ടലായിട്ട് കണ്ടുപിടിക്കണം അല്ലേ? ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ചെറിയൊരു 40 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ എത്ര വരാം? ഇതിൻ്റെ ഇത്രയും ഭാഗം എത്രയാണ് വരുന്നത്? 90 നമുക്കറിയാലോ. പിന്നെ എത്ര കൂടെ കൂടിയിട്ടുണ്ട്? ഈ 40 ഡിഗ്രി കൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് അവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് കിട്ടും. എത്ര കിട്ടും? 90 പ്ലസ് 40 എന്ന് പറയുന്നത് 130 ഡിഗ്രി അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മീറ്റിംഗ് ലൈൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ 2 സൈഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ പഠിച്ച കൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു പെർപെൻഡിക്കുലർ വരച്ചല്ലേ? അപ്പം മിസ് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലർ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞു? 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞല്ലേ? 90 ഡിഗ്രി തൊട്ടിപ്പുറത്തെ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിൽ എത്ര വരും? 90 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ എങ്ങനെ വരും ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്? 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പഠിക്കുക? ഒരു പുതിയ കൺസെപ്റ്റ് പഠിക്കുക. എന്താണ്? ദ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. എന്താണ്? ഒരു ലീനിയർ പെയർ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ ടോട്ടൽ ആംഗിൾ, അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമുക്ക് മീറ്റിംഗ് ലൈൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ? റെഡി അല്ലേ? എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? ഹൗ മച്ച് ഈസ് ആംഗിൾ എ സി ഇൻ ദ പിക്ചർ ബിലോ? നമുക്ക് താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ സി ഇ കണ്ടുപിടിക്കണം അല്ലേ? ആംഗിൾ എ സി ഇ. ഈ ആംഗിൾ എ സി എന്ന് പറയുന്നത് ഏതാണ്? ഈ ആംഗിളാണ് എന്ത്? ആംഗിൾ എ സി ഇ എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്നിരിക്കുന്ന ആംഗിൾ ഏതൊക്കെയാ? ആംഗിൾ ഇ സി ഡി എന്ന് പറയുന്നത് എത്രയാണ്? ഇ സി ഡി ഈക്വൽ ടു 50 ഡിഗ്രി. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? ഒരു 25 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ പേരെന്താണ്? ആംഗിൾ ഡി സി ബി. ആംഗിൾ ഡി സി ബി ഈക്വൽ ടു 25 ഡിഗ്രി. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ സി കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്താ പഠിച്ചത്? ഒരു ലീനിയർ പെയർ, അതായത് ഇവിടെ നോക്കിക്കേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നിരിക്കുന്ന ആംഗിൾസ് അല്ലേ? അപ്പോൾ ടോട്ടൽ സം എത്രയായിരിക്കും കിട്ടുന്നത്? 180 ആണല്ലേ? നമ്മൾ നേരത്തെ എത്ര പഠിച്ചത്? ലീനിയർ പെയർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു അല്ലേ? ഈ 180 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ 2 ആംഗിൾസ് കൂടെ കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അതായത് ആംഗിൾ എ സി ഇ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ഇവിടെ തന്നിരിക്കുന്ന 50 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി. എത്ര കിട്ടും ആൻസർ? 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 25 എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണല്ലേ? അപ്പോൾ 180ൽ നിന്ന് 75 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 105 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? ആംഗിൾ എ സി ഇ എന്ന് പറയുന്നത് എത്ര കിട്ടി? 105 ഡിഗ്രി. ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ചെയ്യുന്ന വേറൊരു ചോദ്യം നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചറൊക്കെ തന്നിട്ടുണ്ടല്ലോ, നമ്മൾക്ക് പരിചയമുള്ള പിക്ചേഴ്സാണല്ലേ? ഒരു സ്കെയിൽ തന്നിട്ടുണ്ട്, 2 സെറ്റ് സ്ക്വയറും വെച്ചിട്ടുണ്ട് അല്ലേ? 2 ടൈപ്പ് സെറ്റ് സ്ക്വയറും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ ദ പിക്ചർ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ 2 ലൈനിൻ്റെ, ഈ സെറ്റ് സ്ക്വയർ തമ്മിൽ ഫോം ആയിരിക്കണം ഈ ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്തറിയാം? ലീനിയർ പെയർ എത്രയാണെന്നറിയാം? 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? ഇവിടെ നിന്ന് നമ്മുടെ ലീനിയർ പെയർ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണല്ലേ? ഓക്കെ,
നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ്? ഈ രണ്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ഈ ചെറിയ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സെറ്റ് സ്ക്വയേഴ്സിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഓൾറെഡി പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ആംഗിൾ വരുന്നത്? ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 45 ഡിഗ്രി ആണല്ലേ. അതേപോലെ തന്നെ ഈ സെറ്റ് സ്ക്വയറിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈനിലെ രണ്ട് ആംഗിൾസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ ചെയ്യാറ് നമ്മൾ ലീനിയർ പെയറിൽ നിന്ന് എന്ത് ചെയ്യും? 180 ഡിഗ്രി മൈനസ് എന്ത് ചെയ്താൽ മതി? 45 + 60 ചെയ്താൽ പോരെ? ഓക്കെ, 180 മൈനസ് 45 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എത്ര കിട്ടും ആൻസർ? 180 മൈനസ് 105 ഡിഗ്രി എത്രയാണ് ആൻസർ വരുന്നത്? 180-ൽ നിന്നും 105 നമുക്ക് മൈനസ് ചെയ്ത് എത്ര ആൻസർ വരുന്നത്? 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു സ്കെയിലും അതിൻ്റെ മേലെ രണ്ട് സെറ്റ് സ്ക്വയറും പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 75 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചല്ലേ. ക്ലിയർ ആയോ? നമുക്ക് വേറൊരു ചോദ്യം നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം? ഇൻ ദ പിക്ചർ ബിലോ ആംഗിൾ AC ഈക്വൽ ടു ആംഗിൾ BCD. എന്താ തന്നിരിക്കുന്നത്? ആംഗിൾ ACE എന്ന് പറയുന്നതും ആംഗിൾ BCD എന്ന് പറയുന്നതും സെയിം ആണെന്ന്. ഇവിടെ നോക്കിയേ, ആംഗിൾ ACE എന്ന് പറയുന്ന ആംഗിളാണ് ഇത്, ആംഗിൾ BCD എന്ന് പറയുന്ന ആംഗിളാണ് ഇത്. എന്താ തന്നിരിക്കുന്നത്? ഈ രണ്ട് ആംഗിൾ എന്താണ്? സെയിം ആണ്. ആംഗിൾ ACE എത്രയാണോ അത്രയും തന്നെയാണ് എന്ത്? ആംഗിൾ BCD എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരുന്നതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ആംഗിൾ ECD. ഏതാണ്? നടുക്ക് വരുന്നത് അല്ലേ. ആംഗിൾ ECD എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 30 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് ആംഗിളുടെയും വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ആംഗിൾ കൂടെ കൂട്ടിയിട്ടുള്ള തുക ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ ACE പ്ലസ് ആംഗിൾ BCD എന്ന് പറയുന്നത് എത്ര വരും? എത്രയാണ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിലത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എന്ത് ചെയ്യാം? അതിൽ നമുക്ക് ഈ ഒരു ചെറിയ 30 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം അല്ലേ. എന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? രണ്ട് സൈഡിൽ കിടക്കുന്ന ചെറിയ ചെറിയ ആംഗിൾസ് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ചെയ്യാം. എത്ര കിട്ടും? 180 ഡിഗ്രിയിൽ നിന്ന് 30 മൈനസ് ചെയ്താൽ 150 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ACE എന്ന് പറയുന്ന ആംഗിളും BCD എന്ന് പറയുന്ന ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 150 കിട്ടണം. എന്താണ് പറഞ്ഞത്? നമ്മുടെ ACE എന്ന് പറയുന്ന ആംഗിളും BCDയും തമ്മിലുള്ള സം എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ 150യുടെ കറക്റ്റ് പകുതി കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം ഈക്വലായിട്ട്. അപ്പോൾ എന്ത് വരും? ആംഗിൾ ACE എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 2. എത്രയാണ് ആൻസർ വരുന്നത്? 150 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ACE എന്ന് പറയുന്നത് 75 ഡിഗ്രി കിട്ടി. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ ആംഗിൾ ACE ഈക്വൽ ടു ആംഗിൾ BCD. അപ്പോൾ ACE എന്ന് പറയുന്നത് 75 ആയതുകൊണ്ട് BCD എന്ന് പറയുന്നതും എത്രയായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചില്ലേ? സിമ്പിൾ അല്ലേ ചെയ്യാൻ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നുകൂടെ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതേപോലെ വേറൊരു ചോദ്യം നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്ന ഒരു വേർഡ് പ്രോബ്ലം ആണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? വൺ ആംഗിൾ ഓഫ് എ ലീനിയർ പെയർ ഈസ് ട്വൈസ് ദ അതർ, ഹൗ മച്ച് ഈച്ച്. എന്താണ്? ഒരു ലീനിയർ പെയർ ആണല്ലേ തന്നിരിക്കുന്നത്. എന്ത് മനസ്സിലായി? നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലീനിയർ പെയർ ആണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിൽ എവിടെയോ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ആംഗിൾ ഓക്കെ, വൺ ആംഗിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തുള്ള പെയർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് ദ അതർ.
അതായത് ഒരു ആംഗിളുടെ ട്വൈസ്, ഇരട്ടി. അപ്പോൾ എന്ത് വരും? ട്വൈസ് ഓഫ് വൺ ആംഗിൾ. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? ആ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു ലീനിയർ പെയറിലെ ഒരു ആംഗിളിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാം? വൺ ആംഗിൾ പ്ലസ് ട്വൈസ് ദി ആംഗിൾ. അതായത് ആ സെയിം ആംഗിളിൻ്റെ തന്നെ ഇരട്ടിയാണ് ആ ലീനിയർ പെയറിൽ വരുന്നത്. എത്രയാണ് സമ്മ് വരാ? എത്രയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു ലീനിയർ പെയർ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ. അപ്പോൾ 180 ഡിഗ്രി ആയിരിക്കും എന്ത് വരുന്നത്? ഒരു ആംഗിളും ആ ആംഗിളിൻ്റെ ഇരട്ടിയും കൂടെ കൂട്ടി വരുമ്പോൾ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വന്നു? 3 ടൈംസ് ഓഫ് എ ആംഗിൾ അല്ലേ? ആ ആംഗിളിൻ്റെ 1ഉം 2ഉം, അതായത് 1ഉം 2ഉം വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരാം? 3 അല്ലേ? 3 ടൈംസ് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? 180 ഡിഗ്രി. ഇനി എന്ത് ചെയ്താൽ മതി? 3 ടൈംസ് ഓഫ് ആൻ ആംഗിൾ. ഒരു ആംഗിളിൻ്റെ 3 ടൈംസ് എന്ന് പറയുന്നത് എത്രയാണ്? 180 എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്യാം? ആംഗിൾ ഈക്വൽ ടു എന്ത് ചെയ്യാം? 180 ഡിഗ്രി. ഇവിടെ നോക്കിയേ, 3 ടൈംസ് ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഈ 3നെ നമുക്കിനി എന്ത് ചെയ്യാം? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 3 ടൈംസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്താവും? ഡിവിഷൻ 3. അപ്പോൾ 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? ഈക്വൽ ടു 60 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ നോക്കിക്കേ, ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ 60 ഡിഗ്രിയുടെ ട്വൈസ് അതിൻ്റെ പെയർ എന്ന് പറയുന്നത് എത്ര വരും? 60 ഇൻറ്റു 2 ഈക്വൽ ടു എത്ര വരും? 120 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടി? ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി കിട്ടി. അടുത്ത അതിൻ്റെ പെയർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് എന്തറിയാം? ഒരു ലീനിയർ പെയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. നമുക്കിപ്പോൾ 2 ആംഗിൾ കിട്ടിയല്ലോ, 60യും 120യും. ഈ 60യും 120യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 180 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം എന്താണ്? ശരിയാണല്ലേ? നമുക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ? എല്ലാവർക്കും ഇഷ്ടമായോ ഈ പ്രോബ്ലം? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? മീറ്റിംഗ് എ ലൈൻ പഠിച്ചല്ലേ? അതിൽ നമ്മൾ ബേസിക് ആയിട്ട് എന്ത് കൺസെപ്റ്റാണ് പഠിച്ചേ? ഒരു ലീനിയർ പെയറിൻ്റെ സം ഓഫ് ആൻ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് പഠിച്ചല്ലേ? ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്രോസിംഗ് ലൈൻസ്. എന്താണ് ക്രോസിംഗ് ലൈൻസ് എന്ന് പറയുന്നത്? അതായത് ക്രോസ് ചെയ്ത് പോകുന്ന ലൈൻസ് അല്ലേ? നമുക്ക് ക്രോസിംഗ് ലൈൻസ് ഒന്ന് വരച്ച് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതായത് വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ഈ ലൈനിനെ ക്രോസ് ചെയ്ത് പോകുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? ക്രോസിംഗ് ലൈൻസ് എന്ന് പറയുന്നത് അല്ലേ? ഈ ക്രോസിംഗ് ലൈൻസ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മെഷർമെൻറ്റ് ഇതിൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് 2 ലൈൻസ് തമ്മിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിൽ തന്നിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? എത്ര ആംഗിൾസ് വരുന്നുണ്ട്? 4 ആംഗിൾസ് വരുന്നുണ്ട് അല്ലേ? 1 2 3 4. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര ആംഗിൾസ് കിട്ടും? 4 ആംഗിൾസ് കിട്ടും. അപ്പോൾ ഇനി ഇങ്ങനെ ക്രോസിംഗ് ലൈൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് എന്നൊന്ന് നോക്കിയാലോ? ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? എന്താണ് നമ്മുടെ ചോദ്യം? സം പിക്ചേഴ്സ് ഷോവിങ് 2 lines crossing each other are given below. One of the 4 angles so formed is given. Calculate the 3 and return them in the picture. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഈ പിക്ചറിൽ എന്താണ്? അതൊരു ക്രോസിംഗ് ലൈൻ ആണല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു 45 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇതിലുള്ള ബാക്കി 3 ആംഗിൾസും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം ബാക്കി 3 ആംഗിൾസ്? നമ്മൾ എന്താ പഠിച്ചേ? ലീനിയർ പെയറിൻ്റെ കേസ് പഠിച്ചല്ലേ? 180 ഡിഗ്രി വരുന്ന കേസ് പഠിച്ചു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ആ മുകളിലേക്ക് ടോപ്പിലേക്കുള്ള ലീനിയർ പെയർ മാത്രം നോക്കാം. താഴേക്കുള്ളത് മാറ്റി വെച്ചിട്ട് മുകളിലേക്കുള്ളത് മാത്രം നോക്കുമ്പോൾ എത്രയുണ്ട്? ഇവിടെ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി എത്ര കിട്ടും? 135
ഡിഗ്രി. ക്ലിയർ ആയോ? എന്താണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടോപ്പിലേക്കുള്ള മാത്രം ലീനിയർ പെയർ കൺസിഡർ ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 45 തന്നിട്ടുണ്ട്. നമുക്കറിയാം ലീനിയർ പെയറിൻ്റെ 180 ആണെന്ന് അറിയാം. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തു? 45 ഡിഗ്രി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 135 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ലീനിയർ പെയർ കൺസിഡർ ചെയ്യാം. അതേത് വരും? ഇനി നമ്മൾ ഈ സൈഡിലുള്ള ലീനിയർ പെയർ നോക്കാം. അപ്പോൾ നമുക്ക് എന്തറിയാം? ഇവിടെ എത്രയാണ്? 135. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് വരും? 180 മൈനസ് 135 ഡിഗ്രി ഈക്വൽ ടു എത്ര വരും? 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? രണ്ടാമത്തെ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 45 ആണെന്ന് കണ്ടുപിടിച്ചു. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു 45 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ 45ൻ്റെ ലീനിയർ പെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ടോപ്പിലേക്കുള്ള മാത്രം ലീനിയർ പെയർ നോക്കിയിട്ട് എന്ത് ചെയ്തു? 180ൽ നിന്ന് 45 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 135 ഡിഗ്രി കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്തു? നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡിലേക്കുള്ള ലീനിയർ പെയർ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തു? 180ൽ നിന്നും എന്ത് മൈനസ് ചെയ്തു? 135 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 45 ഡിഗ്രി കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നാലാമത്തെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? നമുക്ക് ടോപ്പ് ഭാഗം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം? താഴത്തേക്കുള്ള ലീനിയർ പെയർ നോക്കാം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്നറിയാം? 45 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി ഈക്വൽ ടു എത്ര വരും? 135 ഡിഗ്രി. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ക്രോസിംഗ് ലൈനിലെ ബാക്കി 3 ആംഗിളും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ക്രോസിംഗ് ലൈൻസിലെ ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ബാക്കി 3 ആംഗിൾ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയർ ആൻഡ് ഓപ്പോസിറ്റ്. ഈ ക്രോസിംഗ് ലൈൻസിൽ തന്നെ വരുന്നതാണ് എന്ത്? അടുത്തുള്ള ആംഗിൾസും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും. നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസിംഗ് ലൈൻസ് വരച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്യണ രീതിയിൽ, ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിൽ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ആംഗിൾസ് കിട്ടും അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എത്ര ആംഗിൾസ് കിട്ടും? 4 ആംഗിൾസ് കിട്ടും. പിന്നെ എന്താണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്? എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആംഗിൾ കിട്ടി. ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി കിട്ടി. ഓക്കെ. ഒരു ആംഗിൾ എത്ര കിട്ടിയിട്ടുണ്ട്? 30 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. 30 ഡിഗ്രിയുടെ പെയർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ഈ 30 ഡിഗ്രിയുടെ പെയർ ആയിട്ട് വരുന്നത്, അതായത് നിയർ ആയിട്ട് വരുന്നത്, അടുത്ത് കിടക്കുന്ന ആൾ എന്ന് പറയുന്നത് ഏതാ? ഈ ആംഗിൾ ആണല്ലേ 30 ഡിഗ്രിയുടെ അടുത്ത് വരുന്നത്. അപ്പോൾ എത്ര കിട്ടും അത്? 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി, അതായത് എത്ര വരും? 150 ഡിഗ്രി അല്ലേ. ഇത് നമ്മൾ എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കുക? ലീനിയർ പെയറിൻ്റെ കേസിലാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 150 ഡിഗ്രി വന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ 30 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്ന വേറൊരു ആംഗിൾ അല്ലേ ഇതെന്ന് പറയുന്നത്. ഇതും എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ഈക്വൽ ടു 150 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം എടുത്ത ആംഗിൾ ഏതായിരുന്നു? 30 ഡിഗ്രി ആയിരുന്നു അല്ലേ. 30 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്ന ആംഗിൾസ് ആണ് എന്ത്? ഈ ആംഗിൾ എന്ന് പറയുന്നതും ഈ ആംഗിൾ എന്ന് പറയുന്നതും. ആ ആംഗിൾ എത്ര കിട്ടിയ? 150. അപ്പോൾ ഇവിടെ നോക്കിയേ, അടുത്ത് കിടക്കുന്ന ആംഗിൾ നമ്മൾ ലീനിയർ പെയറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തല്ലേ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഈ 150 എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഇത് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എതിരെ നിൽക്കുന്നതല്ലേ. അപ്പോൾ ഈ 150ൻ്റെ എതിരെയുള്ള ഈ ആംഗിൾ എത്ര കിട്ടി നമുക്ക്? 150 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഈ 30യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണല്ലേ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ ആണല്ലേ. ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. എന്താണ്? ഓക്കെ. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോംഡ് ബൈ 2 ലൈൻസ് ക്രോസിങ് ഈച്ച് അതർ ആർ ഈക്വൽ. എന്താണ്? അതായത് 2 ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്ന കേസിൽ നമ്മൾ എത്ര ആംഗിൾ ഉണ്ടെന്ന് പഠിച്ചു? 4 ആംഗിൾ ഉണ്ടെന്ന് പഠിച്ചല്ലേ. ആ 4 ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് 30 വന്നിരിക്കുന്നു. അതേപോലെ 150യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 150 വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പഠിച്ചത്? നമ്മൾ ക്രോസിംഗ് ലൈൻസിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം.
എന്താണ് നമ്മുടെ പ്രോബ്ലം? കാൽക്കുലേറ്റ് ദ അതർ ആംഗിൾസ് മാർക്ക്ഡ് ആൻഡ് റൈറ്റ് ഇൻ ദ ഫിഗർ. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ടല്ലേ, രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 60 ഡിഗ്രി 50 ഡിഗ്രി. ഇതിലെല്ലാം എന്താണ്? ക്രോസിങ് ലൈൻസ് ആണല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, വേറെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് എങ്ങനെ ആംഗിൾസ് കണ്ടുപിടിക്കാം? നമ്മൾ എന്താ പഠിച്ച നേരത്തെ? ക്രോസിങ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പഠിച്ചു? ഈക്വൽ ആണെന്ന് പഠിച്ചല്ലേ. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? 60 ഡിഗ്രി നോക്കാണ്. 60 ഡിഗ്രി എടുക്കുമ്പോൾ ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? അതായത് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും, രണ്ട് ക്രോസിങ് ലൈനും കട്ട് ചെയ്ത് പോയിട്ടുള്ള ലൈനാണ് എന്ത്? 60 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്? ഇതാണല്ലേ. അപ്പോൾ ഈ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 50 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ. 50 ഡിഗ്രി എന്ന് പറയുന്ന ഏതൊക്കെ ലൈൻസ് ആണ്? ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ക്രോസ് ചെയ്തിട്ടാണ് 50 ഡിഗ്രി ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ഇതാണല്ലേ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ഡിഗ്രി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? രണ്ട് ആംഗിൾസ് കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ആ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ലീനിയർ പെയറിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ എന്ത് വരും? 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. അതായത് 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി ഈക്വൽ ടു 70 ഡിഗ്രി. എത്ര കിട്ടി നമുക്ക്? ഈ ആംഗിൾ 70 ഡിഗ്രി ആണെന്ന് കിട്ടിയല്ലേ. ഈ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? അതായത് ഈ ലൈനും ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് അവിടെ എന്തായിരിക്കുന്നത്? 70 ഡിഗ്രി ഫോം ആയിരിക്കുന്നത്. ഈ 70യുടെ ഓപ്പോസിറ്റ് പറയുന്ന ആംഗിൾ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രിയാണ്. ക്ലിയർ ആയോ? അപ്പോൾ എത്ര ക്രോസ് ലൈൻസ് വന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും അതിൻ്റെ അടുത്ത് കിടക്കുന്ന നിയർ ആംഗിളും കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് ക്രോസിംഗ് ലൈൻസ് വെച്ച് ചെയ്യുന്ന ഒരു വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? ഓഫ് ദ 4 ആംഗിൾസ് ഫോംഡ് ബൈ 2 ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ ദ സം ഓഫ് 2 ആംഗിൾ ഈസ് 100 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 4 ആംഗിൾസ്. എന്താ നമുക്ക് തന്നിരിക്കുന്നത്? രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി ആണല്ലേ. സം ഓഫ് 2 ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 1 ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? രണ്ട് ആംഗിളുടെ സമ്മ് 100 ആണെങ്കിൽ 1 ആംഗിൾ എന്ന് പറയുന്നത് 100/2 എത്ര വരും? 50 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞു എത്രയാണ്? ഓഫ് ദ 4 ആംഗിൾസ് ആണ്. അതായത് 4 ആംഗിൾസ് ആണ് ക്രോസിംഗ് ലൈൻ വഴി ഫോം ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലൈൻസ് ക്രോസ് ചെയ്ത് വരയ്ക്കണം? 2 ലൈൻസ് വരയ്ക്കണം അല്ലേ. എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും അതേപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 50 ഡിഗ്രി നമുക്ക് പിക്ചറിൽ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാണ് 50 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് ഏതാ വരാം? ഇതാണ് എന്ത്? ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എതിരെ വരുന്ന ആംഗിൾ. അങ്ങനെയാണെങ്കിൽ അതും എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ബാക്കി രണ്ട് ആംഗിൾ കൂടെ കണ്ടുപിടിച്ച് എന്തായി? നമ്മുടെ ആൻസറായി. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളെങ്ങനെ കണ്ടുപിടിക്കാറ്? 50യുടെ നിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്തുള്ള ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. എത്രയാണ് ആൻസർ വരുന്നത്? 130 ഡിഗ്രി അല്ലേ. ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ലീനിയർ പെയർ അല്ലേ. ലീനിയർ പെയറിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 180. അപ്പോൾ 50യുടെ അടുത്ത് കിടക്കുന്ന ഈ ആംഗിൾ എത്ര വരാം? 180 മൈനസ് 50, അതായത് 130 ഡിഗ്രി. ഇവിടെ 130 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ആംഗിൾസും കിട്ടി. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നത്? സം ഓഫ് 2 ആംഗിൾ. രണ്ട് ആംഗിളുടെ സം എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നു? 100 ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ഒരു ആംഗിൾ എത്രയായിരുന്നു? 50 ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേ? നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്രോസിംഗ് ലൈൻസ് വരച്ചല്ലേ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ്?
4 ആംഗിൾസ് ആണ് ഫോം ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 2 സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് വരച്ചു? ഒരു ക്രോസിങ് ലൈൻ വരച്ചു. ഇനി എന്ത് എഴുതി? നമുക്ക് കിട്ടിയിരിക്കുന്ന 50 ഡിഗ്രി എഴുതി. 50ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും 50 ആണെന്ന് കണ്ടുപിടിച്ചു. ഈ 50 ഡിഗ്രിയുടെ അടുത്ത് വരുന്ന നിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിച്ചേ? ലീനിയർ പെയർ, അതായത് 180 - 50 വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 130 കണ്ടുപിടിച്ചു. ഈ 130 ഇവിടെ 130 ആണെങ്കിൽ ഈ 130യുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 130 തന്നെയാണ്. അത് ഏതിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്? ക്രോസിങ് ലൈൻസ് അല്ലേ? നമ്മൾ 2 ലൈൻസ് ക്രോസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ പ്രോബ്ലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിനിങ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ആംഗിൾസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചല്ലേ? ലീനിയർ പെയർ എന്ന് പറയുന്നത് 180 ആണെന്ന് പഠിച്ചു. അതേപോലെ ക്രോസ് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആണെന്ന് പഠിച്ചല്ലേ? 2 പുതിയ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒന്നുകൂടെ ചെയ്ത് നോക്കണം. പിന്നെ എക്സാം പോയിൻ്റ് എന്ന് പറയുന്ന ബുക്കിൻ്റെ കാര്യം ആരും മറക്കണ്ട. ആ ബുക്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ല സ്കോർ കരസ്ഥമാക്കാൻ തീർച്ചയായും സാധിക്കും. അപ്പോൾ മിസ് ഇന്ന് എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മിസ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്